തിരുവിളയാടൽ പുരാണത്തിലെ തടാതക പരിണയത്തെക്കുറിച്ചിട്ടാണ് നാം ഇനി കാണുന്നത്. അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് തടാതക പരിണയത്തിൻ്റെ വിശദ വിവരങ്ങൾ വർണ്ണിച്ചു കൊടുക്കുകയാണ്. തടാതക രാജ്യം ഗംഭീരമായി ഭരിച്ചുകൊണ്ടിരുന്നു. ദേവി പൂർണ്ണ യൗവനയുക്തയായി ദേവി ഒരു ദിവസം ദിഗ്വിജയത്തിനായി ചതുരംഗസേനയോടുകൂടി ഇറങ്ങിത്തിരിച്ചു. മേരുവിനെ പ്രദക്ഷിണം ചെയ്ത് അവൾ ദിഗ്വിജയം ആരംഭിച്ചു. അന്ധതമസ്സിനെ സൂര്യനെന്ന പോലെ അവൾ സർവ ദേശാധിപതികളെയെല്ലാം ജയിച്ചു. അവർ സമർപ്പിച്ച വിലപിടിച്ച രത്നങ്ങളും മറ്റും ദേവി സ്വന്തം രാജ്യത്തിലേക്ക് മുതൽ കൂട്ടുകയാണുണ്ടായത്. അവസാനം ദേവി അഗ്നിദേവനെയും അതേപോലെ തന്നെ ദേവേന്ദ്രനെയും മറ്റ് സ്വർഗലോകത്തിലെ അനേകം അഗ്നി തുടങ്ങിയ ദേവന്മാരെയെല്ലാം തോൽപ്പിച്ച് അവിടെയെല്ലാം വിജയശ്രീലാളിതയായി പരിലസിച്ചു. പിന്നീട് 7 ദിക്പാലകന്മാരെയും ദേവി ജയിച്ചു. അങ്ങനെ തടാതകാദേവി 8ാമത്തെ ദിക്കായ ഈശാന കോണിൻ്റെ അധിപനായ പരമശിവനെ ജയിക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പരമശിവനുമായിട്ട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി കൈലാസത്തിലേക്ക് അവൾ യാത്രയായി. സൈന്യങ്ങളോടുകൂടി തടാതക ശിവനെ പോരിന് വിളിച്ചു. ആദ്യം നന്ദിദേവൻ ഗദയുമായിട്ട് തടാതകയെ എതിരിട്ടു. ഒരു ഘോര യുദ്ധം നടന്നു. ആ ഘോര യുദ്ധത്തിൻ്റെ അവസാനം നന്ദികേശ്വരൻ ശരീരമെല്ലാം മുറിവേറ്റ് പരാജയപ്പെട്ട് ശിവൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. എന്നിട്ട് ശിവനോട് പറയാണ്, ശംഭോ ശങ്കര ദയാനിധേ, നിന്തിരുവടി അടിയങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഒരു കന്യക വന്ന് ഞങ്ങളെയെല്ലാം യുദ്ധം ചെയ്ത് ജയിച്ചിരിക്കുന്നു. ഇനി അവൾ അങ്ങയെ ജയിക്കുവാനായി യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. സർവേശ്വരനായ നിന്തിരുവടി അവളുടെ ഗർവം ശമിപ്പിച്ച് ഞങ്ങളെ കാത്തു രക്ഷിക്കണം എന്ന് നന്ദീശ്വരൻ ശിവനോട് പറഞ്ഞു. തടാതകാദേവിക്ക് തൻ്റെ മാതാവിൻ്റെ വാക്കുകളപ്പോൾ ഓർമ്മ വന്നു. ശിവനായിരിക്കും ഭർത്താവ് എന്ന് അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുന്ദരേശനെ കണ്ടപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത രാഗവായ്പ് തോന്നി. അങ്ങനെ ദേവിയോട് ഭഗവാൻ ശിവൻ പറയുകയാണ്, ഹേ സുന്ദരീ രത്നമേ, ഞാൻ നിന്നെ പാണിഗ്രഹണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഉപായം എന്താണെന്ന് പറഞ്ഞാലും. തടാകാദേവി പറഞ്ഞു, ഭൂലോകത്ത് പാണ്ഡ്യദേശം എന്നൊരു സുന്ദര ദേശമുണ്ട്. അവിടെയാണ് വിസ്തൃതമായ മധുരാപുരി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അധിപനായിരുന്ന മലയധ്വജ രാജാവിൻ്റെ പത്നിയാണ് കാഞ്ചനമാല. എന്നെ രക്ഷിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനുള്ള അധികാരം എൻ്റെ മാതാവായ കാഞ്ചനമാലയ്ക്കാണ്. അവരിപ്പോൾ ഉന്നതമായ തപോവ്രതാനുഷ്ഠാനങ്ങളോട് കൂടി കഴിയുകയാണ്. അവരുടെ അനുവാദമില്ലാതെ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല.
അങ്ങനെ സുന്ദരേശൻ പറഞ്ഞു, ഹേ സുന്ദരി, ഇന്ന് തൊട്ട് 8-ാം നാൾ മഹാശുഭം നിറഞ്ഞ തിങ്കളാഴ്ച ദിവസം ഞാൻ ഭവതിയുടെ പുരിയിൽ എത്തിച്ചേരുന്നുണ്ട്. അമ്മയുടെ അനുവാദവും വാങ്ങുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ശിവൻ മധുരാപുരിയിലേക്ക് ഒരു മനുഷ്യരൂപത്തിൽ എഴുന്നള്ളുന്നു. അങ്ങനെ കാഞ്ചനമാലയോട് അനുവാദം വാങ്ങി തടതകയെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള വിവാഹമണ്ഡപത്തിലേക്ക് പരമശിവൻ പ്രവേശിക്കുന്നു. അങ്ങനെ അതിഗംഭീരമായ ആ വിവാഹം നടന്നു. വിവാഹം നടന്നതിന് ശേഷം തടാതക തൻ്റെ രാജ്യം ഭർത്താവിൻ്റെ കയ്യിലേൽപ്പിച്ചു. അങ്ങനെ ഭഗവാൻ സുന്ദരേശനാണ് പിന്നീട് മധുരാപുരി ഭരിച്ചത്. ഏറെക്കാലം മധുരാപുരിയെ ഭഗവാൻ ശിവൻ തൻ്റെ ഭരണം കൊണ്ട് സർവശ്രേഷ്ഠമാക്കി. ഭഗവാൻ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുകയും ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ആ രാജ്യം സമ്പൽ സമർത്ഥമായി. അങ്ങനെ സാക്ഷാൽ ശിവഭഗവാൻ തന്നെ മധുരാപുരിയുടെ ഭരണം നിർവഹിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ തടാതക ദേവിയെ ശിവൻ പരിണയിച്ച ഈ മഹാസംഭവം മധുരാപുരിയുടെ ചരിത്രത്തിലെ, ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് മാറുന്നു. അപ്പോൾ ശിവൻ തന്നെ മനുഷ്യ രൂപം ധരിച്ച് ദ്രാവിഡ ദേശത്തെ, അതായത് മധുരാപുരിയെ തൻ്റെ ഭരണം കൊണ്ട് അനുഗ്രഹിച്ച അത്ഭുത കഥയാണ് തടാതകാദേവിയുടെ പരിണയത്തോടെ സംഭവിച്ചത്. അപ്പോൾ ശിവഭഗവാൻ തന്നെ നേരിട്ട് മനുഷ്യരൂപമെടുത്ത് രാജാധികാരം അനുഷ്ഠിച്ച് രാജ്യത്തെ സമ്പൽ സമർത്ഥമാക്കിയ, ശ്രേഷ്ഠപൂർണമാക്കിയ ചരിതമാണ് ഈ തടാതകാദേവിയുടെ പരിണയത്തിലൂടെ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, സാക്ഷാൽ ശിവഭഗവാൻ തന്നെ നേരിട്ട് രാജ്യം ഭരിച്ച ഒരു പ്രദേശമാണ് മധുരാപുരി. അപ്പോൾ മധുരാപുരി എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കൂ. മാത്രമല്ല അവിടെ സുന്ദരേശ വിഗ്രഹം കുടികൊള്ളുന്നു. സാക്ഷാൽ ശിവൻ്റെ മൂലവിഗ്രഹമായ സുന്ദരേശസ്വാമി അവിടെ കുടികൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള മധുരാപുരി ക്ഷേത്രത്തിൻ്റെ മഹത്വത്തെ വീണ്ടും വീണ്ടും പാടിപ്പുകഴ്ത്തിക്കൊണ്ട് അഗസ്ത്യ മഹാമുനി തൻ്റെ അടുത്തുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും വലിയ സ്വർഗീയ സ്ഥലമാണ് മധുരാപുരിയിലെ ഈ മീനാക്ഷി ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിണയ രംഗം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വളരെ പ്രശസ്തമായ തടാതകാ ദേവിയുടെ ശിവപരിണയത്തിൻ്റെ മുഹൂർത്തത്തെക്കുറിച്ച് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറഞ്ഞത്. അപ്പോൾ ഒരു കാലത്ത് മധുരാപുരിയും ദ്രാവിഡ ദേശവും ഭരിച്ചിരുന്നത് സാക്ഷാൽ ശിവൻ എന്ന ആ മഹാരാജാവ് തന്നെയാണ് എന്നാണ് ഈ കഥ വ്യക്തമാക്കുന്നത്. അപ്പോൾ ചരിത്രത്തിലെ പല പല നിഗൂഢതകളും പല കഥാരൂപത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ ഇനി ചരിത്രകാരന്മാർ തികഞ്ഞ് വീണ്ടും അതിനെ പഠിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മധുരാപുരി ഇന്ന് വളരെ പ്രശസ്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മധുരാപുരിയിലെ ആ ശിവമേളനം, പ്രത്യേകിച്ചും മുരുക സമ്മേളനമൊക്കെ ഇന്നൊട്ടേറെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മധുരാപുരിയിൽ ഇനി വളരെ വളരെ പ്രശസ്തമായ ഒട്ടനവധി മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, ഭാരതത്തിൻ്റെ തന്നെ പരിവർത്തനത്തിന് വിധേയമായ, ഭാരതത്തിൻ്റെ തന്നെ പുനർജനനത്തിന് വിധേയമായ ഒട്ടനവധി സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ദൈവജ്ഞന്മാരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. മുരുക യുഗം ആരംഭിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ്
പറയപ്പെടുന്നത്. മുരുകയുഗം എന്ന് വെച്ചാൽ ശിവയുഗം തന്നെയാണ്. പണ്ടത്തെ മധുരയുടെ ആ മഹത്വത്തിലേക്ക് വീണ്ടും ഭാരതഭൂമി തിരിച്ചു പോവുകയാണ് എന്നാണ് ചില ദൈവജ്ഞന്മാരുടെ പ്രവചനം. ഇതൊക്കെ എത്ര കണ്ട് സത്യമാകുമെന്ന് കാലം തെളിയിക്കേണ്ടതാണ്. ഓം ശിവായ നമഃ.